അത് അടി പിടിക്കും. പിന്നെ ഇത് പൊട്ടിപ്പോകും. ഇങ്ങനെ ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ പണി കിട്ടും. പൊട്ടിക്കില്ല. വെൽക്കം ടു സിജോസ് ഫ്രൈഡേ കിച്ചൺ. എൻ്റെ പേര് ദേവദത്ത്, ഞാൻ സിജോയുടെ ഫ്രണ്ടാണ്. നമ്മളിന്ന് ഇവിടെ തയ്യാറാക്കുന്നത് ഒരു പ്രത്യേക ഡിഷാണ്. കേരള സ്റ്റൈൽ എഗ് റോസ്റ്റാണ് നമ്മളിന്ന് തയ്യാറാക്കുന്നത്. വളരെ വ്യത്യസ്തമായ രീതിയിലാണ് നമ്മൾ ഇന്ന് ഈ ഡിഷ് ഇവിടെ പ്രിപ്പയർ ചെയ്യുന്നത്. നോർമലി നമ്മൾ കണ്ട ആ ഒരു എഗ് റോസ്റ്റ് ആ റെസിപ്പി അല്ല, വളരെ ടേസ്റ്റി, വളരെ വ്യത്യസ്തമായ രീതിയിൽ പ്രത്യേക ശൈലിയിലാണ് നമ്മളിന്ന് പ്രിപ്പയർ ചെയ്യുന്നത്. നിങ്ങൾക്ക് വളരെയേറെ ഇഷ്ടപ്പെടുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. കാരണം അത്രയ്ക്ക് ടേസ്റ്റിയും അത്രയ്ക്ക് നല്ല ഫ്ലേവറും ഉള്ള അടങ്ങിയ ഒരു ഡിഷാണ് നമ്മളിന്ന് ഇവിടെ ചെയ്യാൻ പോകുന്നത്. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ തീർച്ചയായും കാണുക. എന്നിട്ട് അതിന്റെ മറുപടി കമന്റായിട്ടോ ലൈക്കായിട്ടോ നിങ്ങൾ രേഖപ്പെടുത്തുക. അപ്പോൾ ഏതായാലും നമുക്ക് കുക്കിങ്ങിലേക്ക് കടക്കാം. നമസ്കാരം, എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. മുട്ടക്കറിക്ക് വേണ്ടി ഞാൻ മുട്ട പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. 5 മുട്ട ഞാൻ എടുത്തിരിക്കുന്നത്. ഞാൻ വെള്ളത്തിലേക്ക് കുറച്ച് ഉപ്പും കുറച്ച് വിനീഗറൊക്കെ ചേർത്ത് ബോയിൽ ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. നമുക്ക് അടച്ച് വെച്ചിട്ട് വേവിക്കാം കേട്ടോ. മുട്ട തിളച്ചതിന് ശേഷം നമുക്ക് ചെറിയ തീയിലിട്ടിട്ട് അതിനെ വേവിക്കാം. മുട്ടക്കറിക്ക് വേണ്ട സാധനം എന്തൊക്കെയാണ് ഞാൻ പറഞ്ഞുതരാം. ഒരു പീസ് ഇഞ്ചി ചതച്ചെടുക്കുക, വെളുത്തുള്ളി ഒരു 5-6 അല്ലി ചതച്ചെടുക്കുക, ഒരു 5 പച്ചമുളക് നീളത്തിൽ കട്ട് ചെയ്തെടുക്കുക, കുറച്ച് കറിവേപ്പില, 2 സവോള നന്നായിട്ട് സ്ലൈസ് ചെയ്തെടുക്കുക. പിന്നെ നമുക്ക് തക്കാളി ആവശ്യമുണ്ട്. 2 ചെറിയ തക്കാളി നന്നായിട്ട് സ്ലൈസ് ചെയ്തെടുക്കുക. പിന്നെ കുറച്ച് മല്ലിയില കട്ട് ചെയ്ത് വയ്ക്കുക. പിന്നെ ഉരുളക്കിഴങ്ങ് ഞാൻ എടുത്തിട്ടുണ്ട്. ഉരുളക്കിഴങ്ങ് 2 ഉരുളക്കിഴങ്ങാണ് എടുത്തിരിക്കുന്നത്. അത് കട്ട് ചെയ്ത് വെള്ളത്തിലിട്ട് വയ്ക്കുക കേട്ടോ, അല്ലെങ്കിൽ പുറത്ത് വെച്ചാൽ കറുത്ത് പോവും. അപ്പോൾ മുട്ട നമ്മുടെയൊക്കെ ഇങ്ങനെ തിളച്ച് വരുന്നുണ്ട്. മുട്ട ഏകദേശം ബോയിലായിട്ടുണ്ട് കേട്ടോ. നമുക്ക് മുട്ടേനെ ഇത് തണുത്തതിന് ശേഷം മാത്രം നമുക്ക് മുട്ട തൊണ്ട് പൊളിച്ചെടുക്കാം. പിന്നെ മുട്ടയൊക്കെ തൊണ്ട് പൊളിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മുട്ടക്കറിക്ക് വേണ്ട പ്രിപ്പറേഷൻ ആരംഭിക്കാം. ഞാൻ അതിനൊരു പാത്രം വെച്ചിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ദുബായിൽ ഇപ്പോൾ വിൻ്റർ സീസൺ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ വെളിച്ചെണ്ണയൊക്കെ തണുത്തിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ വെളിച്ചെണ്ണയൊക്കെ ചൂടായിട്ട് വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ചെയ്തിരിക്കുന്നത് ആദ്യം തന്നെ ഒരു 1/2 ടീസ്പൂണിൽ മേലെ, ചെറിയ സ്പൂണാണ്, മേലെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഇനി കുറച്ച് ചെറുജീരകം കൂടി ഇട്ട് കൊടുക്കണം. എണ്ണയിൽ ആദ്യം തന്നെ നമ്മൾ മുട്ടേനെ ചെറുങ്ങനെ ഫ്രൈ ചെയ്തെടുക്കണം. അതിന് ശേഷമാണ് നമ്മൾ മുട്ടക്കറി ഉണ്ടാക്കണത്. ഇതൊരു വ്യത്യസ്തമായ രീതിയിലാണ് നമ്മൾ മുട്ടക്കറി തയ്യാറാക്കുന്നത്. നന്നായിട്ട് നമുക്ക് എണ്ണയിൽ അതിനെ മിക്സ് ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം നമുക്ക് മുട്ട ഇട്ട് കൊടുക്കാം. ഞാൻ എടുത്തിരിക്കുന്ന 5 മുട്ടയാണ്. അപ്പം 5 മുട്ടേനെ നമുക്ക് അതിലേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് ചെറുങ്ങനെ എപ്പോൾ തന്നെ ഇളക്കി കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ അത് നമുക്ക് പെട്ടെന്ന് അടി പിടിക്കും. ചെറുങ്ങനെ അനക്കി കൊടുക്കുക. അതിന് ശേഷം എല്ലാ സൈഡും മറിച്ചും തിരിച്ചിട്ട് ചെറുങ്ങനെ അനക്കി നമുക്ക് ഇതിനെ ഫ്രൈ ചെയ്തെടുക്കണം. ഒരുപാട് ഫ്രൈ അല്ല, നമ്മുടെ എല്ലാ സൈഡും ഒന്ന് ഫ്രൈ ആയി വരണം. ഇതിൻ്റെ തോലിനൊക്കെ എല്ലാം ഒന്ന് ഫ്രൈ ആയി കിട്ടണം. ഇവിടെ നമ്മുടെ മുട്ടയൊക്കെ നന്നായിട്ട് ഇങ്ങനെ ഫ്രൈ വന്നുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം നമ്മളിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം ഇടയ്ക്കിടയ്ക്ക്. നമ്മുടെ മുട്ട ഏകദേശം ഇങ്ങനെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കൊരു പാൻ കൊണ്ട് തന്നെ കൈ കൊണ്ട് ഇങ്ങനെ തട്ടി ഒന്ന് ഇതാക്കാം കേട്ടോ. പാൻ ഇങ്ങനെ എടുത്തിട്ട് നമുക്ക് ഇപ്പോൾ ചൂട് കൂടുതലാണെങ്കിൽ നമുക്കൊന്ന് സൈഡിൽ മാറ്റി വയ്ക്കുക. അതിന് ശേഷം ഒന്ന് തിരിച്ച് ഇതാക്കി, നേരത്തെ പറഞ്ഞ മാതിരി നമുക്ക് മുട്ടേനൊന്ന് ഇങ്ങനെ പാൻ്റെ അത് വെച്ച് ഒന്ന് ആട്ടി കൊടുത്തു കഴിഞ്ഞാൽ എല്ലാ സൈഡിലേക്കും ആയിക്കോളും. നമ്മുടെ മുട്ട ഏകദേശം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കിങ്ങനെ ലാസ്റ്റ് ഫൈനൽ സ്റ്റേജിൽ ഇങ്ങനെ ആട്ടി എല്ലാ സൈഡും ഒന്ന് ആക്കിയിട്ട് റെഡിയാക്കാം. നമുക്കിങ്ങനെ കോരി മാറ്റിയിട്ട് ഒരു ചെറിയ ബൗളിലേക്ക് മാറ്റി വയ്ക്കാം കേട്ടോ. ഇപ്പോൾ ഏകദേശം ഇപ്പോൾ ഞാൻ കാണിച്ചു വന്നിരിക്കുന്ന ഈ ലെവലിരിക്കും മുട്ട ഏകദേശം ഫ്രൈ ആയി വരുമ്പോൾ. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറുങ്ങനെ വരഞ്ഞിട്ട് വേണമെങ്കിൽ ഫ്രൈ ചെയ്യാം കേട്ടോ. ഞാൻ മുട്ടക്കറിക്കുള്ള പ്രിപ്പറേഷൻ ആരംഭിച്ചു. ആ എണ്ണയിൽ തന്നെ കുറച്ച് കടുക് പൊട്ടിയതിന് ശേഷം കറിവേപ്പില ഇട്ട് കൊടുത്തു. അതിന് ശേഷം ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ.
വെളുത്തുള്ളിയും ഇഞ്ചി നന്നായിട്ട് മൂത്ത് വരണം കേട്ടോ. അതിലേക്ക് പച്ചമുളകും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്കിതിനെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. അതിന് ശേഷം മാത്രമാണ് നമ്മൾ സവള ചേർക്കുന്നത്. ആ ഓയിലിൽ തന്നെ ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. നമ്മൾ മുട്ട ഫ്രൈ ചെയ്ത ഓയിൽ തന്നെയാണ്, വെളിച്ചെണ്ണയാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ വെളുത്തുള്ളിയും ഇഞ്ചിയും നന്നായിട്ട് ഫ്രൈ ആയിട്ട് വരുന്നുണ്ട്. ഏകദേശം നല്ലൊരു ബ്രൗണിഷ് കളറായി വരണം. നമുക്കിനി സവാളേനെ ചേർത്ത് കൊടുക്കാം. നമ്മൾ സവാള എടുത്തിരിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു, 2 മീഡിയം സവാളയാണ് എടുത്തിരിക്കുന്നത്. നന്നായിട്ട് സ്ലൈസ് എടുത്തിട്ടുണ്ട്. ചെറിയ സവാളയാണ്, നിങ്ങൾക്ക് ചെറുതാണെങ്കിൽ ഒരു 3 എടുക്കാം. നമുക്കിതിനെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ആദ്യം തന്നെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് നമുക്ക് പെട്ടെന്ന് വാടി കിട്ടാൻ വേണ്ടിയിട്ടാണ്. സവാള നന്നായിട്ട് വാടി കിട്ടാൻ വേണ്ടിയിട്ടാണ്. വേറെ ട്രിക്കും കൂടി ഉണ്ട്. ഇങ്ങനത്തെ പാത്രം നമുക്ക് എടുക്കുകയാണെങ്കിൽ ഒരു അടപ്പ് വെച്ച് കൊടുത്തിട്ട് അടച്ചു കൊടുക്കുക ചെറുങ്ങനെ. അപ്പോൾ പെട്ടെന്ന് അത് വാടി കിട്ടും. അപ്പോൾ ഞാനതിനെ ചെറുങ്ങനെ അടച്ചു കൊടുത്തിട്ടുണ്ട്. നാടിയതിന് ശേഷമാണ് നമുക്കിനി തക്കാളിയൊക്കെ ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മുടെ സവാള ഏകദേശം നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഒന്നും കൂടി ആയതിന് ശേഷം നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കണം. നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി നന്നായിട്ട് നൈസായിട്ട് കട്ട് ചെയ്താൽ പെട്ടെന്ന് വാടി കിട്ടും. ഞാൻ നന്നായിട്ട് സ്ലൈസ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് വാടി കിട്ടും. ഇതിനെ നമുക്ക് വേണമെങ്കിൽ ഒന്ന് ചെറുങ്ങനെ കുറച്ച് ലേശം ഉപ്പും കൂടി, ഉപ്പ് കുറച്ചിട്ട് കൊടുക്കുക. നേരത്തെ ഞാൻ കുറച്ചിട്ട് എടുത്തിട്ടുള്ളൂ. കുറച്ചും കൂടി ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ ഒന്നും കൂടി മൂടി വയ്ക്കാം. ആദ്യം നമ്മൾ ഒനിയനൊക്കെ ചെയ്ത മാതിരി തന്നെ ചെറുങ്ങനെ അടച്ച് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് അത് വാടി കിട്ടാൻ എളുപ്പമാണ്. ഞാനൊരു കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് ഒന്നും കൂടി വാടി കിട്ടും. ഓൾറെഡി നമ്മൾ ഉപ്പ് ചേർത്തിട്ടുണ്ട്, എന്നാലും കുറച്ച് ഉപ്പും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങളുടെ ടൊമാറ്റോ ഏകദേശം വാടി വരുന്നുണ്ട്. ഞാനൊരു അടപ്പ് വെച്ചിട്ട് അതിനൊന്ന് വാട്ടി കൊടുക്കണം. അപ്പം അടച്ച് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് അത് വാടി കിട്ടും. ആവിയൊക്കെ അടിച്ച് പെട്ടെന്ന് അത് റെഡിയായി വരും. നമ്മുടെ തക്കാളിയും സവാളയും എല്ലാം കൂടി നന്നായിട്ട് വാടി നല്ല ജോയിൻ്റ് ആയിട്ടുണ്ട്. നമുക്കിനി മസാലകൾ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനധികം ഒരു 1/2 സ്പൂണിൻ്റെ അടുത്ത്, ഏകദേശം ചെറിയ സ്പൂണാണ്, മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചേർക്കേണ്ടത് മല്ലിപ്പൊടിയാണ്. മല്ലിപ്പൊടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1 സ്പൂണിൻ്റെ അടുത്ത് മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കണം. 1 സ്പൂണിനടുക്ക് നമ്മൾ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് എത്ര എരിവ് വേണം അതിനനുസരിച്ചിട്ടാണ് ചേർക്കേണ്ടത്. എരിവ് താല്പര്യമുള്ളവരാണെങ്കിൽ കുറച്ചും കൂടി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇത് മീഡിയം ടൈപ്പ് എരിവാണ് വരിക. അപ്പം ഇത് ഏകദേശം ഇതിൽ തന്നെ ചെയ്താൽ നമുക്ക് നല്ലതായിരിക്കും കേട്ടോ. ഞാൻ കുറച്ച് കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട്. ഒരു 1/2 സ്പൂണിനടുത്ത് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/2 സ്പൂൺ ഗരം മസാല. ഇനി നിങ്ങളുടെ അടുത്ത് ചിക്കൻ മസാല ഇരിപ്പുണ്ടെങ്കിൽ കുറച്ച് ചിക്കൻ മസാലയും കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ചേർത്തത് പെരിഞ്ജീരകപ്പൊടിയാട്ടോ. ഇവിടെ വറുത്ത് വെച്ചിരിക്കുന്ന പെരിഞ്ജീരകപ്പൊടിയാണ് ഞാൻ കുറച്ച് ചേർത്ത് കൊടുത്തത്. ഇനി നമുക്ക് ചിക്കൻ മസാല ഉണ്ടെങ്കിൽ കുറച്ച് ചിക്കൻ മസാല ചേർത്ത് കൊടുക്കാം. ചിക്കൻ മസാലയും കൂടി ചേർത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. നമുക്കിതിനെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഈ മസാലകൾ നമ്മൾ ചേർക്കുന്ന സമയത്ത് നമ്മുടെ ഫ്ലെയിം തീരെ കുറച്ച് വയ്ക്കുക. അല്ലെങ്കിൽ നമ്മൾ മസാല ചേർക്കുമ്പോൾ അത് കരിയാനുള്ള ചാൻസ് ഉണ്ട്. ഞാൻ ചെറിയ ഫ്ലെയിമിലാക്കി വെച്ചിട്ടാണ് മസാലകളെല്ലാം ചേർത്ത് കൊടുക്കുന്നത്. ഇന്ന് നമുക്ക് വേണ്ടി കുക്ക് ചെയ്യുന്നത് നമ്മുടെ ഫ്രണ്ട് ദേവദത്താണ്. നിങ്ങളെല്ലാവരും ദേവദത്തിനെ കണ്ടു കാണും. ദേവദത്താണ് ഓൾറെഡി ഇൻട്രോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ മുട്ട ബോയിൽ ചെയ്യുമ്പോൾ ഒരു ട്രിക്സ് ഉണ്ട്. നമ്മൾ വെള്ളം പിടിച്ചതിന് ശേഷം മാത്രം മുട്ട അതിലേക്ക് വയ്ക്കുക. അപ്പോൾ മുട്ട പൊട്ടി പോകാതിരിക്കാനുള്ള ചാൻസ് കുറവായിരിക്കും. ഇപ്പോൾ ഞാൻ വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇത് ഞാൻ തിളപ്പിച്ച് വെച്ച വെള്ളമാണ് ചേർക്കുന്നത്. പച്ചവെള്ളം ആരും ചേർക്കാതിരിക്കുക. കുറച്ച് വെള്ളം നമ്മൾ
കെറ്റിലോ ഒരു പാത്രത്തിലോ അല്ലെങ്കിൽ തിളപ്പിച്ച് വെക്കുക. നിങ്ങൾക്ക് ആവശ്യമുള്ള വെള്ളം മാത്രം ചേർത്ത് കൊടുക്കുക. വെള്ളത്തിൻ്റെ അളവ് ഞാൻ പറയുന്നില്ല, കാരണം നമ്മുടെ ക്വാണ്ടിറ്റി എത്രയാണോ അളവിനനുസരിച്ച് നമ്മൾ ചേർത്ത് കൊടുക്കുക. ഇത് ഏകദേശം അത്യാവശ്യമുള്ള വെള്ളം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ വെള്ളത്തിൽ തന്നെ കിടന്നാണ് നമ്മൾ ഉരുളക്കിഴങ്ങിനെ ബോയിൽ ചെയ്യുക. ഈ മസാല ഈ വെള്ളമൊക്കെ നന്നായിട്ട് തിളച്ച് വന്നതിന് ശേഷം മാത്രം നമുക്ക് അല്ലെങ്കിൽ നമ്മൾ നുറുക്കി വെച്ചിരിക്കുന്ന കിഴങ്ങ് ഇട്ട് കൊടുക്കാം കേട്ടോ. ഏകദേശം കിഴങ്ങ് ഞാൻ കട്ട് ചെയ്തിരുന്നത് കണ്ടില്ലേ, ഏകദേശം ഒരു ക്യൂബ് പരുവത്തിലാണ് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. 2 കിഴങ്ങാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. ഇതിന് ചേർത്തിട്ട് നമുക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് അടച്ച് വെച്ചിട്ട് ചെറിയ തീയിലാക്കിയിട്ട് നമുക്കതിനെ ബോയിൽ ചെയ്തെടുക്കാം കേട്ടോ. ഈ മസാല തന്നെ കിടന്ന് കിഴങ്ങ് പോകുമ്പോൾ കിഴങ്ങിന് പ്രത്യേക ടേസ്റ്റായിരിക്കും. നമ്മൾ സെപ്പറേറ്റ് വേണമെങ്കിൽ എളുപ്പത്തിന് ഉണ്ടാക്കുന്നവർക്ക് വേണമെങ്കിൽ ഉരുളക്കിഴങ്ങ് സെപ്പറേറ്റ് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് വേണമെങ്കിൽ നമുക്ക് ബോയിൽ ചെയ്തെടുക്കാം. പക്ഷേ ഈ ടേസ്റ്റ് നമുക്ക് കിട്ടില്ല. ഉപ്പ് കുറവണം നോക്കിയിട്ട് വേണമെങ്കിൽ നമുക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് കിഴങ്ങിനെ ബോയിൽ ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ ഇവിടെ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ മുട്ട ബോയിൽ ചെയ്യാൻ വെക്കുമ്പോൾ ഒരു ട്രിക്സും കൂടി ഉണ്ട്. അതെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ മുട്ടയ്ക്ക് മേലെ വെള്ളം വേണം. എപ്പോഴും മുട്ട കവർ ചെയ്ത് നിൽക്കണം വെള്ളം ബോയിൽ ചെയ്യാൻ വെക്കുമ്പോൾ. അതിൽ ഉപ്പ് ചേർത്ത് കൊടുക്കണം, കുറച്ച് വിനീഗർ ചേർക്കണം. ആ വെള്ളം തിളച്ചതിന് ശേഷം നമുക്ക് അടച്ച് വെച്ചിട്ട് ചെറിയ തീയിലിട്ടിട്ട് ഒരു 5 മിനിറ്റ് നേരം വേവിച്ചെടുക്കാം. ഇപ്പം ഞാൻ വെള്ളമൊക്കെ ചേർത്തു, അത് അടച്ച് വെച്ചു, ഒരു തിളച്ച് വന്നു. അപ്പോൾ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്തിട്ട് നമുക്കൊന്നും കൂടി അതിനെ അടച്ച് വെച്ച് ഒന്നും കൂടി നമുക്ക് നന്നായിട്ട് വേവിച്ചെടുക്കാം. നിങ്ങൾ ഈ രീതി ഒന്ന് പരീക്ഷിച്ച് നോക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ കിഴങ്ങൊക്കെ വെന്ത് വന്നു. ആവിയിലാകുമ്പോൾ പെട്ടെന്ന് കിഴങ്ങ് വെന്ത് വരും. അപ്പോൾ ഞാൻ മുട്ടയൊക്കെ ചേർത്ത് കൊടുക്കണം. നിങ്ങൾ ബോയിൽ ചെയ്ത മുട്ട ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ചെറുങ്ങനെ വരഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് മസാലയും കൂടി അതിനകത്ത് പിടിക്കും കേട്ടോ. അത് ഫ്രൈ ചെയ്യണമെങ്കിൽ നമ്മളൊന്ന് ടൂത്ത് പിക്ക് കൊണ്ട് കുത്തി കൊടുക്കുകയോ അല്ലെങ്കിൽ ചെറുങ്ങനെ വരഞ്ഞെടുക്കുകയോ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല മസാല ശരിക്കും പിടിച്ച് നല്ല ടേസ്റ്റി ആയിരിക്കും. ഇപ്പോൾ നമ്മൾ മഞ്ഞൾപ്പൊടിയൊക്കെ വെച്ചിട്ടാണ് ഫ്രൈ ചെയ്തെടുത്തത്, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. കുറച്ച് മഞ്ഞൾപ്പൊടിയൊക്കെ ചൂടാക്കി അതിൽ കുറച്ച് ചെറുജീരകം ഇട്ട് അതിന് ശേഷമാണ് നമ്മൾ മുട്ട അതിനകത്തിട്ട് ഫ്രൈ ചെയ്തെടുത്തത്. ഇപ്പോൾ ഞാൻ അതിലേക്ക് മുട്ടയുടെ മേലേക്ക് കുറച്ച് മസാലയൊക്കെ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ തിക്കായി വന്നു. ഞാൻ അതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുത്തു, മല്ലിയില ചേർത്ത് കൊടുത്തു. ഇനി ഇതിന് മേലേക്ക് കുറച്ച് നമ്മൾ കുരുമുളകും കൂടി ചേർത്ത് വെക്കണം, തൂക്കി കൊടുക്കണം. പിന്നെ കുറച്ച് വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുക്കണം. ഇത് വീഡിയോ ഓൾറെഡി കൂടുതലായി, ഞാൻ അതുകൊണ്ട് കുറേ കട്ട് ചെയ്ത് മാറ്റി കളഞ്ഞു. അതുകൊണ്ടാണ് കൂടുതൽ ഫുള്ളായിട്ട് നിങ്ങൾ കാണിക്കാത്തത്. ഓൾറെഡി നമ്മുടെ വീഡിയോ ലെങ്ത്ത് കൂടുതലെന്ന് പറഞ്ഞാൽ ഓൾറെഡി കംപ്ലൈൻ്റ് ആണ്. ഇപ്പോൾ ഞാൻ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുത്തു കേട്ടോ. ഏകദേശം നമ്മുടെ മുട്ടക്കറിയൊക്കെ റെഡിയായി. ഉപ്പ് കുറവാണെന്ന് നിങ്ങൾ നോക്കണം, ഉപ്പ് കുറവില്ലെങ്കിൽ ഉപ്പ് നമ്മൾ ഇട്ട് കൊടുക്കണം. ഇപ്പോൾ ടേസ്റ്റി മുട്ടക്കറി ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇതൊരു വെറൈറ്റി രീതിയിലുള്ള മുട്ടക്കറിയാണ്. നമ്മുടെ വെളിച്ചെണ്ണയൊക്കെ നല്ല തെളിഞ്ഞ് വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള മുട്ടക്കറിയാണ്. നിങ്ങൾ പരീക്ഷിച്ച് നോക്കുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.